എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. ക്രിഷ് ടോക്സ് എവിടെയാണ്? എന്ത് പറ്റി? കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, ചാനൽ അടച്ചു പൂട്ടിയോ? ഇങ്ങനെ കുറേ കമൻസും മെസ്സേജസും ആണ് നമുക്ക് ഈ കുറച്ച് നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അടച്ചു പൂട്ടിയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചു. ഏപ്രിൽ 12-നായിരുന്നു കല്യാണം. അപ്പം അതുകൊണ്ട് മാർച്ചിൽ അതിൻ്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 2-3 മാസമായിട്ട് തിരക്കിലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബ്രേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇപ്പോഴും എന്താ പറയുക, ഒരു പനിയൊക്കെ കഴിഞ്ഞ് സൗണ്ടൊന്നും തിരിച്ച് വന്നിട്ടില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് സ്പെഷ്യലി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ 2023-26 ബാച്ചിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരെടുത്ത് കുറച്ച് കാര്യങ്ങൾ, ഒരു 7-8 മിനിറ്റ് ഈ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം. ഞാനിത് ഫേസ് കാണിച്ചിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പനി പിടിച്ചിട്ട് ഒരു സുഖമില്ല മുഖം കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ 2023-26 ഈ ഒരു കാലയളവിൽ ക്രിഷ് ടോക്സ് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ, റിസൾട്ട് വന്നു. നിങ്ങളുടെ ഒരുപാട് പേർക്ക് നല്ല മാർക്കുണ്ട്, O ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, A+, A, B ഒക്കെ കിട്ടിയിട്ട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക്സ് പറഞ്ഞ് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാദ്യം തന്നെ കൺഗ്രാറ്റ്സ് പറയുകയാണ്. അതേപോലെ തന്നെ താങ്ക് യു സോ മച്ച്. കാരണം നമ്മുടെ ക്രിഷ് ടോക്സ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ബാച്ച് നിങ്ങളുടെ ബാച്ചാണ്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ എന്താ പറയുക, റോ ആയിട്ടുള്ള വീഡിയോസാണ്. അധികം ബാക്ക്ഗ്രൗണ്ടിൽ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇമേജൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളുടെ ബാച്ച് വന്നതോട് കൂടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയത്. കുട്ടികൾ തന്നെ ഒരുപാട് ഐഡിയാസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ PDF വെച്ചിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങി, PDF നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിനും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാച്ചാണ് നിങ്ങളുടെ ബാച്ച് എന്ന് പറയുന്നത്. എനിക്കത് ഒരുപാട് എന്താ പറയുക, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു തന്ന പല കാര്യങ്ങളും. അതേപോലെ തന്നെ കമൻസിൽ നിങ്ങൾ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും, ഇങ്ങനെ മിസ് എടുക്കണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഒത്തിരി കുട്ടികൾ നമുക്ക് കമൻസിലാണെങ്കിലും മെസ്സേജ് അയക്കുമായിരുന്നു. വളരെ എന്താ പറയുക, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബാച്ചായിരുന്നു. അതിന് മുന്നത്തെ ബാച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബാച്ചിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ബാച്ച് സ്റ്റുഡൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ നിങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരുപാട് തവണ ക്രാഷ് കോഴ്സും വെച്ചിട്ടുണ്ടായിരുന്നു, ട്യൂഷനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ക്രാഷ് കോഴ്സ് ബാച്ചിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള മക്കളായിരുന്നു എല്ലാവരും കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ബാച്ച് കഴിയാണ്. ഇനി ഇതിൽ എന്താ മിസ് ജയിച്ചവരെ മാത്രമാണോ പറയണേ, അങ്ങനെ നിങ്ങൾക്ക് തോന്നണ്ട. സപ്ലി ഉണ്ടാവും, സ്വാഭാവികം. അതൊന്നും ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മൾക്ക് വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ സപ്ലി വന്ന കുട്ടികളും ഉണ്ട്, അല്ലാതെയും സപ്ലി വന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ സപ്ലി വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, കുഴപ്പമില്ല, നമുക്കത് എഴുതിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു 6th സെമ്മിൽ മാത്രമല്ല, അതിന് മുന്നുള്ള സെമസ്റ്റേഴ്സിലും സപ്ലി ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ ഇനി കൃത്യമായിട്ട് സപ്ലിയുടെ ടൈം വരുമ്പോൾ നിങ്ങളത് നോക്കണം. കാരണം കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇനിയിപ്പോൾ കോളേജായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ എപ്പോഴാണ് സപ്ലിയുടെ ഡേറ്റ് വരുന്നത്, അത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എപ്പോഴാണ്, ഇന്ന് ഡേറ്റ് കഴിഞ്ഞോ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടത്, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ആരെങ്കിലോടൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കണം എപ്പോഴും. എന്നിട്ട് കൃത്യമായിട്ട് എന്നാണോ സപ്ലി വരുന്നത് ആ ഒരു സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും സപ്ലി എഴുതിയെടുക്കാനായിട്ടും മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സപ്ലിയുടെ സമയം വരുമ്പോഴും ട്യൂഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ 4th സെമ്മിൻ്റെ കോർപ്പറേറ്റ് റെഗുലേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് സപ്ലി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 2nd സെമ്മിൻ്റെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ 2 ഇംഗ്ലീഷുകൾ, റീഡിങ്സ് ഓൺ കേരളയും റീഡിങ് ഫ്രം ദ ഫ്രിഞ്ചസും, ഈ 2 ഇംഗ്ലീഷുകളും നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ 4th-ലെയും 2nd-ലെയും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ ട്യൂഷനായിട്ട് അത് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി യൂട്യൂബ് ചാനലിലും വീഡിയോസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ സപ്ലി ഉള്ള സബ്ജക്ട്സ് നിങ്ങൾ ഇനി അടുത്ത ഒരു വട്ടം കൂടി ഒന്നും എഴുതേണ്ട ഒരു അവസ്ഥ വരുത്താതെ അടുത്ത സപ്ലിയിൽ തന്നെ അത് വേഗം ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാ മക്കളും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരു താങ്ക്സ് പറയണമെന്ന് തോന്നി. അതേപോലെ തന്നെ നമ്മളെ ക്രിഷ് ടോക്സിൻ്റെ വളർച്ചയിലെ ഒരു വലിയൊരു പാർട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികളുണ്ട്, കോളേജിൽ തന്നെ ടോപ്പറായിട്ടുള്ള കുട്ടികളുണ്ട് നമ്മുടെ ബാച്ചിൽ. അപ്പോൾ അവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പല എന്താ പറയുക ബുദ്ധിമുട്ടുകളുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് പോലും നല്ല രീതിയിലുള്ള മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളങ്ങനെ അയക്കുമ്പോൾ. അപ്പോൾ ഇനിവേ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരുപാട് കുട്ടികൾ വന്ന് ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് ഫൈനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അക്ഷയ ത്രൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് നമുക്ക് കിട്ടും റെഗുലർ സ്റ്റുഡൻസിന്. ആ വഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറയാം. ഇനി അടുത്തത് എന്ത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് വെക്കണം. ഇപ്പോൾ ഡിഗ്രി എല്ലാം ക്ലിയറായി, എല്ലാം എന്താ പറയുക സപ്ലൈ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾ കൃത്യമായിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്, PG ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോഴേ തന്നെ ഒന്ന് അന്വേഷിച്ച് തുടങ്ങുന്നത് നന്നായിരിക്കും. ഇനിയിപ്പോൾ സപ്ലൈ ഉള്ള കുട്ടികളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് പറ്റും. PGക്ക് മാത്രം പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാതെ കോഴ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ല കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ കോഴ്സുകളെ നിങ്ങളൊന്ന് അന്വേഷിച്ച് വെച്ചോളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, ഇനിയിപ്പോൾ PGകൾ ഏതാണ് നല്ല PG, അല്ലെങ്കിൽ എവിടെയാണ് നല്ല കോളേജുകൾ, ഏത് സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്, ഏത് സ്ട്രീം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോഴ്സുകളാണെങ്കിൽ ഏത് കോഴ്സായിരിക്കും എടുക്കാൻ നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുള്ളത് PG എടുക്കൂ എന്നാണ് പറയാറുള്ളത് കേട്ടോ. കോഴ്സുകൾ എടുക്കേണ്ടെന്നല്ല, കാരണം ഇനിയിപ്പോൾ ഒരു കോഴ്സ് എടുത്ത് വേഗം ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ജോലിയിൽ തന്നെയാണ് അല്ലേ, ലൈഫ് ലോങ് നമ്മൾ ആ ജോലി പൈസ ആ ഒരു ഇതിലേക്ക് തന്നെ നമ്മുടെ ലൈഫ് പോവും. പക്ഷേ ഇനി പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ, ഈ ഒരു ഏജിൽ നിങ്ങൾ പഠിച്ച ആ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഇനി അങ്ങോട്ടേക്ക് കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം PG എടുക്കുക, 2 കൊല്ലം കൂടിയും നിങ്ങൾ പഠിക്കുക, 2 കൊല്ലം കൂടി കോളേജിൽ പോയിട്ട് തന്നെ പഠിക്കുക. ഡിസ്റ്റൻ്റ് ആയിട്ട് നോക്കാതെ കോളേജിൽ പോയിട്ട് തന്നെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം അങ്ങനെ പഠിക്കുക. ആ ഒരു കോളേജ് ലൈഫ്, ഫ്രണ്ട് സർക്കിള്, അതൊക്കെ നമുക്ക് ഇനി ഈ ഒരു 2 കൊല്ലം കൂടിയും നമുക്ക് നല്ല രീതിക്ക് കിട്ടും. അത് മിസ്സാക്കണ്ട. ആ 2 കൊല്ലം കൂടിയും കോളേജിൽ തന്നെ പോയി പഠിക്കുന്നതാണ് ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുള്ളത്. പക്ഷേ വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടോ പല കാര്യങ്ങൾ കൊണ്ടോ പെട്ടെന്ന് ജോലി വേണം എന്നുള്ള കുട്ടികളുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരൊരു കോഴ്സ് ചെയ്ത് ഡിസ്റ്റൻ്റ് PG ചെയ്ത് വേഗം തന്നെ ജോലിക്ക് കയറുന്ന കുട്ടികളും ഉണ്ട്. എനിവേ PG മസ്റ്റാണ്. PG എന്തായാലും നിങ്ങൾ ഈവൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിലും PG എടുത്ത് വെക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത്. അതിൽ ഏറ്റവും നന്നായിട്ട് കോളേജിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യുക. ആ ഒരു കോളേജ് ലൈഫ്, ആ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലേ കിട്ടുള്ളൂ. ഇനി കുറേ വർഷം കഴിഞ്ഞിട്ട് എന്താ പറയുക കോളേജിൽ പോകണം എന്നൊരാഗ്രഹമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനെക്കുറിച്ചും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത്, ആഫ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ ആഫ്റ്റർ BCom അല്ലെങ്കിൽ ആഫ്റ്റർ BBA എന്ത് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്രിസ്റ്റോക്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അടുത്ത് കുട്ടികൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഏതെങ്കിലും ഒരു എക്സാമിൽ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ, ഏതെങ്കിലും ഒരു പാർട്ടിൽ ക്രിസ്റ്റോക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഈ ഒരു വോയിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നിന്നതിനും ക്രിസ്റ്റോക്സിനെ വളർത്തിയതിനും ക്രിസ്റ്റോക്സിൻ്റെ ഒരു ഭാഗമായതിനും നിങ്ങളുടെ ഈ ഒരു ബാച്ചിൻ്റെ അടുത്ത് ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. എല്ലാ മക്കൾക്കും ഞാൻ ഇവിടെ സപ്ലി ഉള്ളവരില്ലാത്തവർ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവർക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് സ്റ്റെപ്പ് എടുക്കുവാണെങ്കിലും, അതിപ്പോൾ PG ആയിക്കോട്ടെ, കോഴ്സ് ആയിക്കോട്ടെ, ഒരു ജോലിക്ക് പോകുന്നതായിക്കോട്ടെ, വോട്ട് എവർ, എന്തൊരു സ്റ്റെപ്പ് എടുക്കുവാണെങ്കിലും അത് നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സപ്ലി ഉള്ള കുട്ടികളാണെങ്കിൽ ഒട്ടും ടെൻഷൻ വേണ്ട, നിങ്ങൾക്കത് വേഗം തന്നെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശീർവാദങ്ങളും തരികയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.